ലൈംഗിക ആരോപണത്തിൽ ഗൂഢാലോചന എന്ന നിവിൻ പോളിയുടെ പരാതിയിൽ അന്വേഷണത്തിന് പോലീസ് നീങ്ങുന്നു. നിവിൻ പോളിയുടെ മൊഴിയെടുക്കും. വിശദാംശങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ഈ ആരോപണം അല്ലെങ്കിൽ കേസെടുത്തു, നിവിൻ പോളിക്കെതിരെ കേസെടുത്ത ഉടൻ തന്നെയാണ് നിവിൻ പോളി വാർത്താസമ്മേളനം വിളിച്ചതേക്കുറിച്ച് വിശദീകരിച്ചത്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകും, ഇത് കള്ളപ്പരാതിയാണ് എന്നാണ് നിവിൻ പോളി പറഞ്ഞത്. അതിലൊരു ഗൂഢാലോചനയുണ്ട് എന്നും അന്ന് പറയുകയുണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിവിൻ്റെ മൊഴിയെടുക്കുന്നത്. അതെ ശരത്, അതിന്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ ഇന്നലെ വൈകിട്ടാണ് നിവിൻ പോളി DGPക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിനും വളരെ വിശദമായ ഒരു പരാതി ഇന്നലെ നിവിൻ പോളി അയച്ചത്. ആ പരാതിയിൽ പറയുന്നത് തനിക്കെതിരെ ഇങ്ങനെ പീഡനാരോപണം ഉന്നയിച്ചിരിക്കുന്നത് അത് വ്യാജ പരാതിയാണ്, അതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി തന്റെ ഈ പരാതിയിൽ അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നാണ് നിവിൻ പോളി പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, ഈ പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസങ്ങളിൽ താൻ വിദേശത്തല്ല, നാട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അത് തെളിയിക്കാനായി പാസ്പോർട്ടിന്റെ അടക്കം കോപ്പി ഈ പരാതിക്കൊപ്പം ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് നിവിൻ പോളി അറിയിച്ചത്. അതുകൊണ്ട് ഇതെല്ലാം ചേർത്ത് വിശദമായി അന്വേഷണം നടത്തണം എന്നായിരുന്നു നിവിൻ പോളിയുടെ ആവശ്യം. അതായത് ഈ പരാതിയിൽ പറയുന്ന യുവതിയുടെ പരാതിയിൽ പറയുന്ന സമയത്ത് ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു, അതായത് നിർമ്മാതാവിൻ്റെ ഗുണ്ടയായിട്ടാണ് നിവിനെ കണ്ടതെന്നൊക്കെയാണ് അന്ന് കേട്ടത്. പരാതിയുടെ ഭാഗമായി വാർത്തകളിൽ വന്നതാണ്. പക്ഷേ പിന്നീട് നിവിൻ ഇവിടെ തന്നെ, കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല, സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു. വിനീത് ശ്രീനിവാസൻ തന്നെ, ആ ചിത്രത്തിൻ്റെ സംവിധായകൻ തന്നെ അത് ശരിവെക്കും വിധമൊക്കെ പറയുകയും ചെയ്തിരുന്നു അല്ലേ? അതെ, അത് സാധൂകരിക്കുന്ന തെളിവുകളാണ് നിവിൻ പോളി പോലീസിന് കൈമാറിയിരിക്കുന്നത്. അതായത് DGPക്ക് കൊടുത്ത പരാതിക്കൊപ്പം അതും ചേർത്തിട്ടുണ്ടാവും, ഈ തെളിവുകളും ഈ അനുബന്ധമായി ഇതും ചേർത്തിട്ടുണ്ടാവും അല്ലേ? അതെ, പരാതിക്കൊപ്പം അനുബന്ധ തെളിവുകൾ എന്നുള്ള നിലയിലാണ് ഈ പാസ്പോർട്ടിന്റെ കോപ്പി അടക്കം. ആ സമയത്ത് താൻ നാട്ടിൽ തന്നെ ആയിരുന്നു, ഒപ്പം അതുമായി ബന്ധപ്പെട്ട് ഇവിടെ താമസിച്ച ഹോട്ടലിന്റെ അടക്കം ബില്ല് അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാവുന്ന എല്ലാ വസ്തുതകളും നിരത്തിയുള്ള തെളിവുകൾ നിവിൻ പോളി പരാതിക്കൊപ്പം ഹാജരാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി പോലീസിന് അത് ലഭിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും നിവിൻ പോളി മൊഴിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് തീരുമാനം. അതിന്റെ ഭാഗമായി നിവിൻ പോളിയെ തൊട്ടടുത്ത ദിവസം തന്നെ നിവിൻ പോളിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്ന് അറിയിപ്പ് ലഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിവിൻ പോളിയുടെ വിശദമായ മൊഴിയെടുത്ത് ഇതിന്റെ കൂടി പരാതിയിൽ സമഗ്രമായ അന്വേഷണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ഈ പ്രത്യേക സംഘം തന്നെ ആയിരിക്കുമോ അന്വേഷിക്കുന്ന കാര്യത്തിലൊരു തീരുമാനം വന്നിട്ടില്ല. അത് പോലീസിന്റെ ഉന്നതതലങ്ങളിൽ നിന്ന് വരേണ്ട തീരുമാനമാണ്. കാരണം നിവിൻ പോളിക്കെതിരെയുള്ള ഊന്നുകൽ പോലീസ് പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും അത് ഐശ്വര്യ ഡോങ്രെ IPS നേതൃത്വത്തിൽ അന്വേഷണം നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവർ തന്നെ ആയിരിക്കുമോ ഈ പരാതി അന്വേഷിക്കുക എന്നുള്ള അല്ല, അത് വളരെ സ്വാഭാവികമായി അങ്ങനെയല്ലേ വരാൻ സാധ്യതയുള്ളൂ. കാരണം ഇതെല്ലാം പരിശോധിക്കാനാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം. DGPക്ക് പരാതി നൽകിയാലും ആ പരാതിയും സ്വാഭാവികമായും പോകുന്നത് ആ പ്രത്യേക സംഘത്തിലേക്ക് തന്നെ ആവുമല്ലോ. അതെ, അങ്ങനെ തന്നെ നിവിന്റെ ആവശ്യവും അത് തന്നെയായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിനും നിവിൻ ഈ DGPക്കൊപ്പം നൽകിയതിനൊപ്പം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൂടി പരാതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ നിവിനെതിരെയുള്ള പരാതി അന്വേഷിക്കുന്ന ഐശ്വര്യ ഡോങ്രെ IPS തന്നെ ആയിരിക്കും നിവിൻ പോളിയുടെ പരാതിയിലും വിശദമായ അന്വേഷണം നടത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. അത് നിവിന്റെ ആവശ്യവും അത് തന്നെയാണ്. ഇങ്ങനെ തനിക്കെതിരായുള്ള ആരോപണം വ്യാജമാണ് എന്ന് തെളിയിക്കുന്ന തെളിവുകൾ താൻ സംഘത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നു. അതുകൂടി പരിഗണിച്ച് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഇടപെടൽ നടത്തണം എന്നുള്ളത് തന്നെയാണ് നിവിന്റെ ആവശ്യം. ഇതിപ്പോ നേരിട്ട് തന്നെ വരുന്ന രണ്ടാമത്തെ കേസല്ലേ? നേരത്തെ മുകേഷിന്റെ കാര്യത്തിലും ഇങ്ങനെ പരാതി വന്നപ്പോൾ തന്നെ മുകേഷ് നിവിൻ പോളി ചെയ്തതുപോലെ തന്നെ FB പോസ്റ്റിലൂടെ ആ പരാതിക്കാരിക്കെതിരായിട്ടുള്ള പല കാര്യങ്ങളും സൂചിപ്പിച്ചിരുന്നു, തെളിവുകളുണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു. പിന്നീട് സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജിയുമായി പോയി. 5 ദിവസത്തേക്ക് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് സെഷൻസ് കോടതി മുകേഷിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. പിന്നീട് മുൻകൂർ ജാമ്യവും നൽകുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഇതെല്ലാം അന്വേഷിക്കേണ്ട അവസ്ഥ, അതായത് ആ പരാതിക്കാരി മുകേഷിനെതിരെ കൊടുത്ത കേസ്, അതുപോലെ തന്നെ മുകേഷ് കോടതിയിലടക്കം അവതരിപ്പിച്ച മുകേഷിൻ്റേതായിട്ടുള്ള തെളിവുകളും വാദങ്ങളും മറുഭാഗത്ത്, സമാനമായ രീതിയിൽ തന്നെ നിവിൻ്റെ കേസിലും ഒരു സാഹചര്യം രൂപപ്പെടുന്നു അല്ലേ? അത് ചെറുത്, അത് പ്രധാനമാണ്. കാരണം ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധിയിൽ തന്നെ കോടതി അക്കാര്യം എടുത്ത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ പരാതിക്കാരിയുടെ മൊഴി, ഈ നിവിനെതിരെ നൽകിയ പരാതിക്കാരിയല്ല എങ്കിലും മുകേഷിനെതിരെ പരാതി നൽകിയ യുവതിയുടെ മൊഴിയിൽ ഏറെ വൈരുദ്ധ്യങ്ങളുണ്ട്. അവർ പോലീസിന് പറഞ്ഞതും പിന്നീട് മാധ്യമങ്ങൾ പറഞ്ഞതും ഒക്കെ തീയതികൾ, വർഷം ഒക്കെ വ്യത്യാസമുണ്ട്. മാത്രമല്ല, ലൈംഗിക നടന്നു എന്നതിന്റെ സൂചന ആ പരാതിയിൽ വ്യക്തമല്ല എന്നൊക്കെയുള്ള ചില നിരീക്ഷണങ്ങൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നടത്തിയിരുന്നു. ആ നിരീക്ഷണത്തോടു കൂടിയാണ് ഇവർക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിനുശേഷമാണ് ഇങ്ങനെ നിവിൻ പോളിക്കെതിരെയും പരാതി വരുന്നത്. ആ പരാതി പറയുമ്പോഴും അതിലെ തീയതിയും തമ്മിലും വലിയ വരുന്നു. അവർ ഈ പരാതിക്കാരി ഉന്നയിക്കുന്ന തീയതികളിൽ നിവിൻ പോളി വിദേശത്തെ ഇല്ല, പകരം ഇവിടെ ഷൂട്ടിംഗ് നടന്നതിന്റെ തെളിവ് നിവിൻ തന്നെ ഹാജരാക്കുന്നു. നിവിൻ അഭിനയിച്ച സിനിമയുടെ സംവിധായകനും അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഹാജരാക്കുന്നു. ഒപ്പം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഇതുമായി ബന്ധപ്പെട്ട
അവരുടെ ആശങ്കകളും അറിയിച്ചിരുന്നു. അവരും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഈ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നു, അങ്ങനെ പോലീസ് അന്വേഷണത്തിന്റെ മറവിൽ വ്യാജ പീഡന പരാതികളുടെ എണ്ണം കൂടുന്നത് വലിയ തരത്തിൽ ആശങ്ക ഉണ്ടാക്കുന്നു എന്ന ഒരു വാർത്താക്കുറിപ്പിലൂടെ അവരുടെ ആശങ്കയും നേരത്തെ അറിയിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി. ഏതായാലും ഇതെല്ലാം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുൻപിൽ വരുന്ന കാര്യങ്ങളാണ്. അവർ എല്ലാ വസ്തുതയും തെളിവും വെച്ച് തന്നെ വിശദമായ അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ മുകേഷിനും ഇടവേള ബാബുവിനുമെതിരെയൊക്കെ ഉള്ള ആ കേസുകൾ ഈ AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നതെങ്കിൽ നിവിൻ പോളിയുടെ അടക്കം ഉള്ള പരാതി, നിവിൻ പോളിക്കെതിരെയുള്ളത് നിവിൻ പോളിയുടെ ആദ്യമൊക്കെ അന്വേഷിക്കുക ഐശ്വര്യ ലോങ്കർ IPS ആയിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ നിവിൻ പോളിയുടെ മൊഴിയെടുക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് കടക്കാൻ തന്നെയായിരിക്കും അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ശരി, ഉമേഷാണ് വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകിയത്.